ഹായ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ മുമ്പാകെ വീണ്ടും വരികയാണ്. 97 ഡിസംബർ 12 രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഏകദേശം ഡിസംബർ 23 ആയപ്പോൾ എന്നെ ചേർത്തണച്ച ഡെയ്സനുമായി ഞാൻ സാന്റക്രൂസിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഡെയ്സന് വേറൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു വിസയും ടിക്കറ്റും എടുക്കണം. പുള്ളിക്കല്ല വേറൊരാൾക്കാണ്. അങ്ങനെ പോവുകയാണ്. പോകുമ്പോഴത്തേക്ക് അന്ന് ആ കാലത്ത് 97 ക്യൂ നിൽക്കണം. സാന്റക്രൂസിൽ ക്യൂ നിൽക്കുന്ന ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഒരു ആൾക്കൂട്ടം കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ തൊട്ട് അടുത്തൊരു ആൾക്കൂട്ടമാണ്. ഡെയ്സൻ അവിടെ നിൽക്കുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തലോട്ടി വെച്ച് പെട്ടിയുടെ പുറത്ത് വെച്ച് ഒരു ജാതു അഥവാ ഒരു മന്ത്രവാദം, കൺകെട്ട് വിദ്യ കാണിക്കുന്ന ഒരു മനുഷ്യൻ, അയാളത് പഠിച്ചിട്ട് അയാളുടെ ഉപജീവന മാർഗത്തിനായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ ഈ മനുഷ്യൻ്റെ വർക്ക് നടക്കാതെ വന്ന പരിധി നോക്കുകയാണ്. ആൾക്കൂട്ടത്തിലേക്ക് 10-20 പേര് റൗണ്ട് ചെയ്ത് നിൽക്കുമ്പോൾ ആൾക്കൂട്ടത്തിലേക്ക് പരിധി നോക്കി പെട്ടെന്ന് എൻ്റെ മുഖത്തേക്ക് കണ്ണ് പതിച്ചു. ഞാനിതൊന്നും അറിയുന്നില്ല. എങ്ങനെ എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് മാര धंधा पानी है, आप मेरा धंधे के लिए बहुत मुश्किल है, इसलिए आपको थोड़ा. അപ്പോൾ കുറച്ച് പൈസ എൻ്റെ കയ്യിലേക്ക് തന്നപ്പോഴത്തേക്കും ഞാനിതൊന്നും അറിയുന്നില്ലല്ലോ. പൈസ മേടിച്ചു. ഞാൻ തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സ്നേഹം കൊണ്ട് തന്നായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈസൻസ് ചോദിച്ചപ്പോൾ ലൈസൻസിന് ഞാൻ പറഞ്ഞു കാശ് കിട്ടിയെന്ന് പറഞ്ഞു. കാശ് കിട്ടിയെന്നപ്പോഴത്തേക്കും ആര് തന്നു വെച്ചപ്പോഴത്തേക്കും ആ പുള്ളി തന്നെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പുള്ളി പറഞ്ഞു ഒന്നും കൂടി ഞങ്ങൾ ചെന്ന് നിൽക്കാൻ പറഞ്ഞു. ചെന്ന് നിന്നപ്പോഴത്തേക്കും വർക്ക് നടക്കുന്നില്ല, ബ്രേക്കായി. ഈ പുള്ളി പരി നോക്കി. പിന്നെയും എൻ്റെ മുഖത്ത് കണ്ണു പതിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾക്ക് ദേഷ്യമായി. ഇയാൾ അങ്ങനെ എന്താ പറയുക, പൊട്ടിത്തെറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ ക്യൂവിലേക്ക് വന്നു. അതിനപ്പോഴത്തേക്കും ഒരു കാര്യം എനിക്കന്ന് മനസ്സിലായി. നാം സാധാരണക്കാരല്ല. ദൈവത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മേലൊരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിൻ്റെ ശക്തിയാണ് ആ മനുഷ്യനെ ഇങ്ങനെ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്. അത് ബ്രേക്കാകുവാനിടയായി. കോട്ടകൾ ഇടിപ്പാൻ തക്കവണ്ണം നമുക്കൊരു സന്നിധി, ഒരു ദൈവശക്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ധൈര്യത്തോടെ പോകുക. ഓക്കെ, ഗോഡ് ബ്ലസ് യു. അടുത്ത ദിവസം കാണാം. ഓക്കെ, ഗോഡ് ബ്ലസ് യു.